മാതാപിതാക്കൾ പലപ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവരുടെ ചെറിയ കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത്. വാശി എന്ന് പറഞ്ഞാൽ ചെറിയ വാശിയൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ കിടന്ന് ഉരുളും, ചിലപ്പോൾ വാശി പിടിച്ച് കരയും, റോഡിൽ തന്നെ കുത്തിയിരിക്കും, അവർ വിളിച്ചാൽ വരത്തില്ല, ഒരു കാര്യം ചെയ്യത്തില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ആ സമയത്ത് അവരോട് ദേഷ്യപ്പെട്ടാലോ അവരെ വഴക്ക് പറഞ്ഞാലോ ഇല്ല ഉപദേശിക്കാൻ പോയിരുന്നാലോ പ്രയോജനമൊന്നും കാണാറില്ല. കുട്ടികളുള്ള സകല മാതാപിതാക്കളും നേരിടുന്ന പ്രശ്നം തന്നെയാണത്. ഈ ഒരു പ്രശ്നം മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സാധാരണ ചെറിയ കുട്ടികൾ പിടിവാശി കൊണ്ട് കരയുന്ന സമയത്തോ വാശി പിടിക്കുന്ന സമയത്തോ നിലത്ത് കിടന്ന് ഉരുളുന്ന സമയത്തോ അവരുടെ ഇമോഷണൽ പ്ലെയിനാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ യുക്തിയോ ബുദ്ധിയോ വർക്ക് ചെയ്യില്ല. പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ റൈറ്റ് ഭാഗത്തുള്ള വലതുവശത്തുള്ള തലച്ചോറിൻ്റെ ഭാഗത്തുള്ള ഇമോഷൻസ്, വികാരങ്ങളാണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്ന സമയത്ത് അവരെ തിരിച്ച് ഉപദേശിക്കാൻ പോയാലോ അവരോട് തിരിച്ച് ചൂടായിട്ടോ ഒരു പ്രയോജനമില്ല. നമ്മൾ അടി കൊടുത്താൽ പോലും അവർ വീണ്ടും കിടന്ന് കരയുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് കുത്തിയിരിക്കുകയോ അവരോട് ചേർന്ന് നിൽക്കുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ട് അവരുടെ കണ്ണുകളിൽ നോക്കി പറയും, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി എന്ന് അവരുടെ കണ്ണുകളിൽ നോക്കി പറയുക. അവരുടെ പ്രോബ്ലംസ്, അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ അവരുടെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായാൽ തന്നെ കുറേ കുട്ടികൾ ശാന്തമാവും. എന്നിട്ട് കുട്ടികളൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് യുക്തി ബുദ്ധി പോലുള്ള ഘടകങ്ങൾ ശരിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ബുദ്ധി വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് കണ്ടാൽ, ഇമോഷണൽ പ്ലെയിൻ മാറി എന്ന് കണ്ടാൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നോക്കുക, ഇവിടെ പ്രശ്നം എന്താണ്, മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള ഗുണങ്ങൾ എന്താണ്, റോഡിൽ കിടന്ന് ഉരുണ്ട് കറങ്ങിയാനുള്ള പ്രോബ്ലംസ് എന്താണെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഉറപ്പായിട്ടും ഈ കുട്ടികൾ അടുത്ത തവണ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ ചെയ്യും. കാരണം കുട്ടികൾക്ക് ഇമോഷണൽ പ്ലെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും അവരുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അല്ലാത്ത സമയത്ത് വേണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. എല്ലാ കുട്ടികളും വാശി പിടിക്കുന്നവരാണ്. ആ കുട്ടികളെ ശരിയാക്കിയെടുക്കാൻ ഇതാണ് ഏറ്റവും നല്ല വഴി. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ.